ഹലോ എവ്രിവൺ. അപ്പൊ ഈ ഒരു മൊമെന്റ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ന്യൂസ് ഒക്കെ അറിഞ്ഞിട്ടുണ്ടാവും, നിങ്ങളുടെ +1 എക്സാമിന് ഒരു സ്റ്റേ വന്നിട്ടുണ്ട് സുപ്രീം കോർട്ടിൽ നിന്ന്. അപ്പൊ അതിന്റെ അർത്ഥം ഒരിക്കലും എന്തല്ല എക്സാം ക്യാൻസൽ ചെയ്തു എന്നോ റദ്ദാക്കിയെന്നോ ഒന്നുമല്ല. എക്സാം നടത്തോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു 1 വീക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ആ 1 വീക്ക് കഴിയുമ്പോൾ ഡിസൈഡ് ചെയ്യും ഗവൺമെന്റും സുപ്രീം കോർട്ടും എല്ലാവരും കൂടെ കൂടിയിട്ട് എന്താണ് ഒരു തീരുമാനം എടുക്കും, എക്സാം നടക്കുമോ ഇല്ലയോ എന്ന്. അപ്പൊ ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് എക്സാം നടക്കില്ല, റദ്ദാക്കി എന്ന് ഒരു ഐഡിയയും അങ്ങനത്തെ ഒരു ഗസ്സിങ്ങും ഒന്നും വേണ്ട. ഓക്കെ, അപ്പോൾ എന്താ മാക്സിമം സംഭവിക്കാൻ ചാൻസ് ആണ് നമുക്ക് മാത്തമാറ്റിക്കലി ആലോചിക്കാം. എന്താ 50% ചാൻസ് ഉണ്ട് എക്സാം നടക്കാണ്ടിരിക്കാൻ. അങ്ങനെയാണ് എന്താ നമ്മൾ +2 ഉടനെ തുടങ്ങും, ഉയരെ ബാച്ച് അടിപൊളിയായിട്ട് തകർന്നു തുടങ്ങും. ഇനി അതില്ലെങ്കിൽ എന്താ സംഭവിക്കുക, എക്സാം നടക്കും. എക്സാം നടന്നിട്ടുണ്ടെങ്കിൽ എന്താ നമ്മൾ യോധ മൊത്തം കഷ്ടപ്പെട്ട് പഠിച്ചത്, യൂട്യൂബിൽ കഷ്ടപ്പെട്ട് പഠിച്ചത്, നമ്മളെന്താ എക്സാമിൽ പോയിട്ട് ഫുൾ മാർക്ക് മേടിക്കും. അപ്പൊ എന്താ ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ എന്താ ചെയ്യാ, നമ്മൾ +1 ഒന്ന് റിവൈസ് ചെയ്തുകൊണ്ട് ഒന്ന് കുറച്ച് പഠിച്ചുകൊണ്ടിരുന്നാൽ രക്ഷപ്പെട്ടു. ഒന്നും ഒരു ലോസും ഇല്ല. നിങ്ങൾക്ക് +2 കുറെ ഹെൽപ്പ് ചെയ്യും. പിന്നെ എന്താ +1 നല്ല മാർക്ക് കിട്ടും. അപ്പൊ ഒരു മോശം കാര്യം സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ എന്താ കുറച്ച് റിലാക്സ് ചെയ്യാം, കുറച്ച് പഠിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ 1 വീക്ക് കൊണ്ട് എന്ത് ചെയ്യാം? പഠിത്തം നിർത്തണോ അല്ലെങ്കിൽ പഠിത്തം കൂട്ടണോ? എന്താണെന്ന് വെച്ചാൽ ഐഡിയലി നിങ്ങൾ എന്താ ഇപ്പൊ തന്നെ ഓൾറെഡി എല്ലാ ചാപ്റ്റേഴ്സ് ഒന്ന് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും, ഫോക്കസ് ഏരിയ ബേസ്ഡ് എങ്കിലും. ഇനി എന്ത് ചെയ്യണം, ഈ 1 വീക്ക് ബുക്ക് അടച്ച് വെക്കരുത്, ബുക്ക് അടച്ച് എൻജോയ് ചെയ്യാൻ പോകരുത്. എന്താണ് ചെയ്യേണ്ടത്, കുറച്ചൊക്കെ റെസ്റ്റ് എടുക്കാം. ഓവർ ഇന്റൻസീവ് പഠിത്തം വേണ്ട. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യാം, ഒന്നുകൂടി നോക്കുക, സംശയമുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാം. എക്സ്ട്രാ ഇനി കുറേ പഠിക്കാനൊന്നും വേണ്ട. നിങ്ങൾ തന്നെ കണ്ടല്ലോ, എക്സാമിന്റെ ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി 90+ ഒക്കെ എല്ലാ സബ്ജക്ട്സിലും കിട്ടിക്കോളും. അപ്പൊ എന്ത് ചെയ്യാ, ഇതൊന്നും മറക്കാണ്ടിരിക്കാൻ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ 2 മാസം കൊണ്ട് കഷ്ടപ്പെട്ട് പഠിച്ചതാ. അപ്പൊ എന്താ ഇതൊക്കെ പെട്ടെന്നൊന്നും മറന്നു പോകാണ്ടിരിക്കാൻ നിങ്ങൾ എന്താ അതൊക്കെ ഒരു ടച്ചിലേക്ക് ഇരിക്കാം. എന്താ ഇടയ്ക്ക് വായിക്കാം, ഇടയ്ക്ക് റിവൈസ് ചെയ്യാം. എല്ലാ ദിവസവും എന്താ നിങ്ങൾ 12 മണിക്കൂർ പഠിക്കുന്ന ആളാണെങ്കിൽ എന്താ ഒരു 7 മണിക്കൂർ ആക്കാം. 10 മണിക്കൂർ പഠിക്കുന്ന ആളാണെങ്കിൽ ഒരു 6, അങ്ങനെ കുറച്ചോ ഒരു 5 മണിക്കൂറെങ്കിലും പഠിക്കാം. അപ്പൊ അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അപലൻ സാർ പറഞ്ഞ പോലെ അത് ചെയ്യാം. രണ്ടാമത്തെ കാര്യം, കുറെ പേരുണ്ടാവല്ലോ വലിയ പഠിക്കാതെ ഇരുന്ന് ഇത്രയും നാൾ വലിയ ചാപ്റ്റേഴ്സ് പഠിച്ചില്ല, ഫിസിക്സ് അറിയില്ല സാർ, കോൺഫിഡൻസ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്നവർ എന്ത് ചെയ്യുക, അവർക്ക് നല്ലൊരു വിൻഡോ ആണ്, നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഇപ്പോഴും കിട്ടിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. യൂട്യൂബിലെ ക്ലാസ് കാണാം, യോധ സീരീസിലുണ്ടാണ് യോധ സീരീസ് ക്ലാസ് കാണാം. എന്ത് ചെയ്യാം, മാക്സിമം ഈ ഒരു ടൈം യൂട്ടിലൈസ് ചെയ്യുക. ഒരിക്കലും എന്ത് മാത്രം ചെയ്യരുത്, എക്സാം ഒന്നും നടക്കില്ല എന്ന് വിചാരിച്ചിട്ട് ഫുൾ റിലാക്സ്ഡ് ആയിട്ട് ജോളി അടിച്ച് നിൽക്കരുത്. അത് മാത്രം നിങ്ങൾ ചെയ്യാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ആരും പാനിക് ഒന്നും അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ആരും പാനിക് അടിക്കേണ്ട, അയ്യോ ഇപ്പൊ നടന്നില്ല എന്തിപ്പോ ചെയ്യും, നടന്നാൽ എന്ത് ചെയ്യും എന്നാണ് പാനിക് അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേറെ മിനിമം ചെയ്യാൻ പറ്റുന്ന കാര്യം എല്ലാ ദിവസവും 4-5 മണിക്കൂർ പഠിക്കുക, റിവൈസ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. ഓക്കെ, അപ്പൊ അതെല്ലാവരും ചെയ്യാം. ഇതിന് വേണ്ടി എങ്ങനെ കുറച്ച് സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് ടൈം ടേബിളും കാര്യങ്ങളൊക്കെ വേണ്ടി വരുന്ന ഞങ്ങൾക്ക് അറിയാം, ഒരു സ്ട്രക്ചർ വേണ്ടി വരുന്ന അറിയാം. അതിന്റെ പറ്റിയുള്ള വീഡിയോസും ഹെൽപ്പ് ഞങ്ങളുടെ സൈഡിൽ നിന്ന് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.